ഇടതു വലതു മുന്നണികളുടെ ലക്ഷ്യം അഴിമതിയും വോട്ട് ബാങ്കും മാത്രമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. കാസർകോട്ട് സംഘടിപ്പിച്ച വികസിത കേരള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാരിന്റെ വാഗ്ദാനങ്ങളെല്ലാം വെറുതെയായി. കടം വാങ്ങിക്കാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് പിണറായി ഭരണം ഉണ്ടാക്കിയത്. KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല. ആശാവർക്കർമാരുടെ കാര്യവും കഷ്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞു. കടം എടുക്കാണ്ട് ഒരു ഇഞ്ച് പോവാൻ പറ്റാത്ത ഒരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ. ആശാ വർക്കേഴ്സ്, നമ്മുടെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് 100 രൂപ ശമ്പളം വർദ്ധിക്കുന്ന ഒരു റിക്വസ്റ്റ് മുമ്പോട്ട് വെക്കുമ്പോൾ അതിന് കൊടുക്കാൻ കാശില്ല, താല്പര്യമില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല. ഗവൺമെന്റ് പെൻഷനേഴ്സിന്റെ പെൻഷൻ വരുന്നത് 5-6 മാസങ്ങൾ. ഒരു ഒറ്റ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ഇതുവരെ 9 കൊല്ലത്തിലൊന്നും ചെയ്തിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഞാനല്ല പറഞ്ഞത്, BJP-കാരല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യ അലയൻസിന്റെ അവരുടെ പാർട്ട്ണർ അസംബ്ലിയിൽ പറഞ്ഞത് ആകെ ഈ നാട്ടിൽ നടന്നത് ഒരു ഹൈവേ ആണ്. ആ ഹൈവേ ചെയ്തത് നിതിൻ ഗഡ്കരി ചെയ്യും, നരേന്ദ്രമോദി ചെയ്യും. മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായി എതിർപക്ഷത്താണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തയ്യാറായത് നല്ല ലക്ഷണമാണ്. ദേശീയപാത വികസനം സാധ്യമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തി കൊണ്ടാണെന്നുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിന് അദ്ദേഹം അഭിനന്ദിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി കാസർഗോഡ് ജില്ലയിലെത്തിയ രാജീവ് ചന്ദ്രശേഖരന് ഉജ്ജ്വല സ്വീകരണവും പ്രവർത്തകർ ഒരുക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.